നമ്മൾ വി ആർ ഇൻവൈറ്റിംഗ് അവർ ഫസ്റ്റ് മെമ്പർ. ആദ്യത്തെ മെമ്പറിന് ഇന്ന് സിറ്റിയിൽ വരാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് ആദ്യത്തെ മെമ്പറിനെ നമ്മൾ അല്ലാതെ തന്നെ എഴുതാനാണ്. ഞാൻ ആളെ ഒന്ന് ഫോൺ വിളിക്കാം. അപ്പൊ ആദ്യത്തെ മെമ്പറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. നമ്മുടെയൊക്കെ കൂടെ കുറെ കാലമായിട്ടൊക്കെ നടന്നിട്ടുള്ള ആളാണ്. സോ വി ആർ വെൽക്കമിങ് വാഗോസ് വില്ലി ടു TVA as TVA വില്ലി. ജസ്റ്റ് വില്ലി ഒന്ന് വിളിക്കാം. വിളിച്ചിട്ട് അവനെ സിറ്റിയിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ വില്ലിയെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിക്കാം. വെൽക്കം. റേഡിയോയിൽ കേൾക്കാമെന്നാ പറയണേടാ അവൻ പറയണ. ഇല്ല അവൻ പറഞ്ഞു പയ്യ ഒരു 14 ദിവസം കാണൂല്ലേ? വില്ലിയെ കേക്കാവോ? എടാ കേക്കാവോ? റേഡിയോ കേക്കാവോ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പൊ വില്ലി മോനെ വെൽക്കം ടു TVA. അപ്പൊ ഇവിടെ എല്ലാരും വ്യൂവേഴ്സിനോടും TVA മെമ്പേഴ്സിനോടും എന്താ പറയാനുള്ളത്? ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ചില ദിവസമൊക്കെ RP ചെയ്തിട്ടുള്ളൂ. ഇനി എല്ലാ ദിവസവും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഓ അപ്പൊ ഇനി മെറ്റി അടിച്ചാൽ നിന്റെ തലമണ്ട അടിച്ചാൻ പൊട്ടിക്കും. ഇല്ല ഇനി മെറ്റില്ല. അപ്പൊ സിറ്റി വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പൊ വെൽക്കം ടു TV ആടാ. ഓക്കെ സോ പോയി. ഹലോ ഞാൻ ഇവിടെ പറഞ്ഞ സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് TVA വില്ലി ആണ്. അപ്പൊ ഇനി ഒരു 4 റിക്രൂട്ട്മെന്റ് കൂടെ നമുക്കുണ്ട്. അപ്പൊ അടുത്ത റിക്രൂട്ട്മെന്റ് ഒരു പ്രോപ്പർ ഒരു ഗൺ പവർ വൈസുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. സോ ഒരു ഗൺ പവർ ബേസിസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കുറെ നല്ല ഗ്യാങ്ങുകളിൽ കുറെ നാളായിട്ട് RP കളിച്ചും PvPയിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് അടുത്തത്. സോ അപ്പൊ അടുത്തായിട്ട് നമ്മൾ TVയിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. വി ആർ വെൽക്കമിങ് ATX ഫ്ലഫി ടു TVA. എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റീവിന്റെ റിക്വസ്റ്റ് കേട്ടാ വാസു. സ്റ്റീവിന്റെ R34 ഡുവോ ആയിരുന്നു. അപ്പൊ വെൽക്കം ചെയ്യുമ്പോ അങ്ങനെ ഒന്ന് പറയട്ടെന്ന് കൂടി പറഞ്ഞിരുന്നു. റേഡിയോയിൽ പറഞ്ഞു. സ്റ്റീവിന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം R34 സ്റ്റീവിന്റെ ഡുവോ ആയിരുന്നു ഫ്ലഫി. അപ്പൊ ഫ്ലഫിയെ ഇൻവൈറ്റ് ചെയ്യുമ്പോ സ്റ്റീവിനെയും കൂടെ വിളിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ സ്റ്റീവ് വെൽക്കം ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇനിയൊരു നമുക്ക് സ്റ്റീവിനൊരു കോംബോ ആയിട്ട് എന്തായി കൊണ്ടുവരണോ? കളിക്കണേ എന്താടാ നീ ഒരു കോ-ലീഡറായിട്ട് പുതിയ ചന്ദ്രന്റെ ഗ്രാഫ് നേരെ താഴോട്ടാ, നേരെ താഴോട്ട്. ഗ്രാഫ് എന്തെങ്കിലും പോകും. നിന്റെ എന്തേലും ഒന്ന് പൊങ്ങിയിട്ട് എനിക്ക് കണ്ണടച്ചാ മതി. ഗ്രാഫ് എവിടെ വരെ പൊങ്ങാനാണ്? ഇങ്ങോട്ട് ഒരു ഗുണമില്ലാത്തവനെ എടുത്താലും തിരിച്ചു കൊടുത്താലോ? അവനെ കൊടുത്തിട്ട് എടുക്കണം. അതാണ്. പക്ഷെ ഇവിടെ ഇനിയിപ്പോ അവിടെ എടുക്കൂല അവനെ തിരിച്ച്. അവന്റെ ഗ്രാഫ് അങ്ങനെ താഴ്ത്താണ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ചെറുക്കനെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ആളെ കാട്ടിയും ആളുടെ അനിയും കൊള്ളാം. വീടും സംസാരിക്കെങ്കിലും ഇവൻ കത്തിപ്പോയെന്ന് കേട്ടോ. ചെറുതായിട്ട് ഇവിടെ സ്ലോ ആണ്, കുറച്ച് സ്ലോ ആണ്.
ആള് എന്റെ മാത്രം ഒരു ചെറിയൊരു ഇതായതാണ്. Guys, നമുക്ക് ഗ്ലാസ് നോക്കണ്ടേ? കോഴിയാണ് വരാൻ കിടക്കണത്. ലോറി വരുന്നതാണോ പുള്ളി? ആളിപ്പോ എത്തും. ഒരു തെറ്റി പറ്റിയ ആള് കാരണം ആദ്യമേ കയറി വിളിക്കുന്നത് അറിഞ്ഞില്ല. അതാണ് ഒരു ചെറിയൊരു ഇത്. നല്ല ഗ്ലാസ് ഈ ഒരു ഡിലേ മാത്രം നിങ്ങൾ സഹിച്ചാൽ മതി. അടുത്താളെ വിളിച്ചിട്ട് അവന് വിളിക്കുന്നില്ലേ അല്ലെ? എത്ര നേരം നമ്മള് ഡിലേ ആവില്ലേ? ഇല്ല അത് കുഴപ്പമില്ല അത് ഇവനങ്ങ് വിളിച്ച് ഇവങ്ങ് കൊണ്ടുപോക്കട്ടെ. അല്ലെങ്കിൽ ഇവ സ്റ്റീവൻ ദാമുവിനെ കൂടി അവിടെ നിർത്താൻ കേട്ടോ. ദാമു കൂടി ഒന്ന് ഇപ്പുറത്തൊന്നു വിളിക്കാതെ വിഷമിച്ചിരിക്കരുത് കേട്ടാ. പണ്ടത്തെ കപ്പിളായിരുന്നു ഫ്ലഫി. അവന്റെ കപ്പിളാണ് കളി. നമ്മ ചെറുക്കം നമുക്ക് നടുത്ത് നിർത്താം. നടുക്ക് പണ്ട് നമ്മളെ ത്രീസ് മണിച്ചില്ല അതുപോലെ ഇന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് അട്ടി തന്നെ വരട്ടെ. ഗ്യാപ്പ് നടുക്ക് നിർത്തണം. ഒരു സൈഡിലോട്ടിലൂടെ ശിവ കണ്ടുകൂടാ. ഓ സോറി, ആ കണ്ണട അങ്ങോട്ട് വരും. രാത്രിയാണോ നേരെ വന്നു. ചന്ദ്രന്റെ ഒത്തു ബുദ്ധി ഇല്ലട്ടാ. ഫുൾ വെകളിയാണ്. സരക്കണം ചോദിച്ചു സരക്കണം പറയും. ഹലോ ഒക്കെ ഏതായിരുന്നു ഇത്? റീത്തല്ലേ? നമ്മളടുത്ത നോക്കട്ടെ മിക്കവാറും. കണ്ണാടി ഹലോ ഫഫി. ഹലോ എങ്ങനെ പോണു? കാര്യങ്ങളൊക്കെ സുഖമാണോ? പിന്നെ ഭയങ്കര സുഖം. ഭയങ്കര സുഖം. അപ്പൊ എന്താണ് പറയാനുള്ളത് ഈ നിമിഷത്തിൽ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇവിടെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊണയൊക്കെ പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറുന്നത്? എന്തെങ്കിലും ആദ്യം വെറുതെ എന്തിനാ? ഇപ്പൊ ആ പേരിലൊരു ഗത്തുണ്ടല്ലേ? എന്നാലും പറച്ചിലല്ല പ്രവൃത്തിയാണ് കാര്യം എന്നാണ് പറയുന്നത്. വെടിവീരനാണല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ആർ പി ജേണി എവിടെയാണ് തുടങ്ങിയത്? ജേണി ആദ്യം തുടങ്ങിയത് R34 തുടങ്ങി. പിന്നെ ടെക്സാസ് നീ മറന്നു. ടെക്സാസ് അയ്യോ എന്നെ ഉൾപ്പെടുത്തി എന്തിനിപ്പോ? അപ്പൊ വെൽക്കം ടു ടിവി. സിറ്റുവേഷൻസിലൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. എന്നാ അറിയാലോ, ഞങ്ങള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആക്ടിവിറ്റി ബേസിസ് റിക്രൂട്ട്മെന്റ് ആണിത്. അങ്ങനെ വരുന്നത്. അപ്പൊ ആക്ടിവിറ്റി ബേസിസ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങള് ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഷോക്കും. കാരണം നമുക്ക് ആക്ടിവിറ്റി കാര്യത്തിൽ കുറെ ഇതുള്ളത് കൊണ്ടാണ് ഇപ്പൊ റിക്രൂട്ട്മെന്റ്സ് ഇത്രയും പേരെ ഒരുമിച്ച് എടുക്കുന്നത്. അപ്പം എല്ലാ ദിവസവും വന്ന് ഇവിടെ ഇരിക്കണമെന്ന് പറയണില്ല. സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് സിറ്റിയിൽ ഉണ്ടാവണം. അതെ നിന്റെ സ്ഥലം അതെ പിന്നെ ചോദിച്ചോളാം. അപ്പുറത്തോട്ട് വിട്ടോ കൊണ്ടുവിട്ടോ. സന്തോഷം ഒത്തിരി കണ്ടാ മതി. ഈ ഒത്തിരി എന്നും കണ്ടാ മതി. സത്യം അതാണ് എനിക്ക് പറയാനുള്ളത്. 2 ദിവസം കഴിയുമ്പോ അവന്റെ അവിടെ ഭയങ്കര പൊതു ശീലമില്ല. എന്താടാ ഓർഡറിലൊന്ന് വിളിക്കാവുന്ന കറക്റ്റ് ആളെ കൊണ്ടുവരാനേ. ഇവന്റെ പേര് ഫ്ലഫി എന്നല്ല, ഇവന്റെ പേര് ഡാൻ എന്നാണ്. ടി വി ഡാൻ. പുറത്തെ പേരാണ്. കുഴപ്പമില്ല അതങ്ങനെ. ഇതൊരു മറ്റേ ഗാലക്സി കെവിൻ ആയ പോലെ ആയി പോടാ. ഇവൻ അന്നത്തെ അറിയപ്പെടുന്ന ഫ്ലഫി എന്നാണ്. ഫ്ലഫി മതി. അതാണ് ഇവിടെ പണ്ടും അങ്ങനെ വിളിക്കുന്ന ആൾക്കാര്.
നീ എങ്ങനെ ഫ്ലഫ് ചെയ്താ ടി വി ഫ്ലഫ് മറ്റേ കോസൊക്കെ ഒന്ന് പറയാൻ വയ്യ. ശശീന്ദ്രൻ Guys, എല്ലാം like അടി. സോമനാക്കിയാലും ശശീന്ദ്രൻ തന്നെ വിളിക്കുന്നു. അത് എന്തൊരു അവസ്ഥ. ഫോൺസ് എന്റെ പേര് മാറ്റി ഫ്ലഫ് ചെയ്താക്കിയത്. നമുക്ക് മൂന്നാമത്തെ റിക്രൂട്ട്മെന്റ് വിളിക്കാം. ആൻഡ് മൂന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നതും ഒരു ഗൺ പവർ ബേസിസ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. മൂന്നാമത്തെ പ്ലെയറും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ഒരു പ്ലെയർ ആണ്. ആൻഡ് വി ആർ വെൽക്കമിങ് ടെക്സാസ് നിക് ടു TVA as TVA നിക്. വെൽക്കം ടു TVA ബ്രോ. അതെ വാസണ്ണ അവനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനായിട്ടില്ല. അങ്ങനെ പറയരുത്. വളരെ സന്തോഷമുണ്ട്. RP ജേണി എന്തായിരുന്നു? ഒരു 2 ഇയർ മറ്റേ ഗ്രാൻഡിലായിരുന്നു. ഗ്രാൻഡ് ഇംഗ്ലീഷ്. നമുക്കൊരു ഫ്രണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് സിയോണി വന്നിപ്പോ ഒരു 1.5 വർഷം ഇവിടെ ആയിരുന്നു. ഇപ്പൊ 1.5 വർഷം ടെക്സാസിലായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ എനിവേ എടാ, അപ്പൊ നമ്മുടെ ഇനിയുള്ള ഗൺ ഫൈറ്റുകളിലും ഇനിയുള്ള സിറ്റുവേഷനുകളിലും നിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ സിറ്റിയിലും മെയിൻ, അതായത് സിറ്റുവേഷൻസ് ഉള്ളപ്പോ സിറ്റിയിൽ വരണം. അപ്പൊ തന്നെ ഞാൻ പറയല്ലേ, ഇതൊരു ഞങ്ങളൊരു ആക്ടിവിറ്റി ബേസ്ഡ് റിക്രൂട്ട്മെന്റ് ഇപ്പൊ നടത്തുന്നത്. അപ്പൊ ഇനാക്റ്റീവ് ആവരുത്. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, ഫുൾ ടൈം അങ്ങനെ ഗ്രൈൻഡിങ് ടാർഗറ്റ് ഒന്നുമില്ല ഇവിടെ. സിറ്റിയിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവുമ്പോ വരണം. അടുത്തതും ഒരു ഗൺ പവർ ബേസിസിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ആൻഡ് വി ആർ വെൽക്കമിങ് മാസ് സ്നൈപ്പ് ടു TVA as TVA സ്നൈപ്പ്. വെൽക്കം ടു TVA ബ്രദർ. ചന്ദ്ര, ഇനി അടിക്കാലല്ലേ എല്ലാത്തിനും? മീൻസ് ആളാവശ്യത്തിനായില്ലേ? ആവശ്യത്തിന് ഹലോ. That was unexpected. Yes. That was unexpected. ഹലോ സ്നൈപ്പേ. വെൽക്കം ടു TVA ബ്രോ. Welcome bro. പഴയ കാര്യങ്ങൾ അന്ന് TV വേഴ്സസ് മാസം ഉണ്ടായപ്പം നീ എന്നെ ഒന്നൊന്ന് പറഞ്ഞത് എന്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. ഒന്നും കൂടെ പറയാൻ പറ്റും. കേൾക്കണുണ്ട് എനിക്ക്. അന്നിഷ്ടമുള്ള കാര്യമല്ല. നിനക്ക് വിഷയമായിരിക്കും, എനിക്ക് വിഷയമുണ്ട്. ഞാൻ എല്ലാവരുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എടാ, വെൽക്കം ടു TVA. അതൊന്നും ഓർത്ത് വെക്കണ്ട. പഴയ കാര്യങ്ങളൊക്കെ നീ കളിച്ച കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ വെൽക്കം ടു ടിവിയുടെ എന്താ പറയാനുള്ള RP ജേണി ഒന്ന് പറയോ? എല്ലാരും DC ആയിരുന്നു. സിയോണില് മാസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ TV അല്ലേ? ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല. ഇറങ്ങാൻ നേരത്തെ സേതുള്ളി വല്ലതും പറഞ്ഞാ? അത് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം. നമ്മള് ഇപ്പൊ വലിയ ആളാണ്. മലയാളിയും സ്റ്റേലും മറ്റേ കമ്പനിയാണ്. പുള്ളി ഒരു സേബ് ഹാൻഡിലോട്ടാണ് വന്നിരിക്കുന്നത്. അറിയാം സേതുവിന് എന്തായാലും. അതെ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, സേതും ഞാനും. ഏതോ കേട്ടില്ല. സേതുവിന് കമ്പനി കണ്ണാക്കിട്ടാന്ന് പറഞ്ഞു. അതെ അത് കണ്ണാപ്പിയാണ് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. പക്ഷെ സേതു എന്നോട് നല്ല കമ്പനിയാണ്. പക്ഷെ സേതു കുറച്ച് നല്ല അറ്റാച്ച്ഡ് ആണ് കണ്ണാപ്പിയാണ്. കണ്ണാപ്പി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഒരു ഫ്രണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. ഇവനെ അങ്ങോട്ട് വിടുന്നതിന് മുമ്പ് ഒരാളെ കൂടെ വിളിക്കാനുണ്ട്. എന്താണ് പറയാനുള്ളത്? നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നൈപ്പിനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. സോ സ്നൈപ്പിന്റെ കൂടെ വി ആർ വെൽക്കമിങ് മാസ് ഇറ്റാച്ചി ടു TVA as TVA ഇറ്റാച്ചി. വെൽക്കം ടു TVA. വെൽക്കം ബ്രോ. ആ ഒരു കോംബോ
ഒരുമിച്ചങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. അവർ ഒരുമിച്ചായിരിക്കും ഒരു കോംബോ ആയിരിക്കും കളിക്കണത്. സോ സ്നൈപ്പും ഇറ്റാച്ചിയും ഒരുമിച്ച് ഒരു കോംബോയിൽ ഒരു വണ്ടിയിൽ കളിച്ചോളും എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇറ്റാച്ചിയും സ്നൈപ്പിനെ നമ്മൾ ഒരുമിച്ച് അങ്ങ് വിട്ടിരിക്കുന്നു. സോ വെൽക്കം ടു ടിവി ബ്രദർ. കത്തിയോ കത്തി അനൗൺസ്മെന്റ് നടത്തി കത്തി. ഇറ്റാച്ചിയുടെ പേര് പറഞ്ഞപ്പോഴേ ഫിൽട്ടർ ഐജിയെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് മെയിൻ ഐജിയിൽ കത്തി. അയ്യോ. സോ നമുക്ക് ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മള് ഇവരെ ഇറ്റാച്ചിയുടെ മെയിൻ ഒരു എന്ന് പറഞ്ഞാല് നമുക്കൊരു ഫിൽട്ടർ ഐജിയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ശരി, 2 ഫിൽട്ടർ ഐജിയല്ലേ നമുക്കിപ്പോ? മറ്റവൻ വേസ്റ്റ് ആണ്, വെറും പായാളവൻ. അപ്പൊ വെറും പൈസ കൊടുത്ത് ഗെയിം കളിപ്പിക്കണം. ഫുണ്ട് ജോയിന്റ് R34 അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഗ്യാങ്ങിന്റെ ലീഡർ ആയിട്ട് വെൽക്കം ടു ടിവി ഇറ്റാച്ചി. ഇപ്പോഴും നിക്കാതെ അടുത്ത് വന്ന് നിക്കിട്ടാ. ഇറ്റാച്ചി എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണം. ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴെന്തെങ്കിലും പറയണം. ആദ്യമായിട്ട് ELD DC മാസിനോടൊക്കെ എല്ലാരോടും താങ്ക്സ് പറയാനുണ്ട്. പിന്നെ ഇവിടെ എല്ലാരോടും താങ്ക് യു പറയണം. അത്ര എനിക്കിപ്പോ ഇങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറയുമ്പോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. സേതുവിനോടൊക്കെ പറഞ്ഞിട്ടാണോ വന്നത്? അതെ സേതുവിനോട് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നല്ലേ. അപ്പൊ എന്തായാലും വെൽക്കം ടു ടിവി. രണ്ടുപേർക്കും വെൽക്കം. താങ്ക് യു. വീട്ടിലോട്ട് വാ. നിങ്ങള് അപ്പൊ ഇനി എത്ര ദിവസം? 15 ദിവസമാണോ കൂൾ ഡൗൺ? 14. അതെ 14 ദിവസം അല്ലേ? ഓക്കെ. പരിചയപ്പെടാം. നാളെ മുതലേ കൂട്ടത്തുള്ളൂ. കാരണം ഇന്ന് മുതൽ നാളെ പോലെ കൂട്ടത്തുള്ളൂടാ. നാളെ പോലെ അവര് ഇറങ്ങിയിട്ടില്ല, ഇപ്പൊ ഇറങ്ങത്തുള്ളൂ. ഓ ഓക്കെ. ഞാൻ ബാഡ്ജ് ഇടാൻ വെയിറ്റ്. എല്ലാരും പേര് ഫ്ലഫി നിക്കും കൂടെ പരിചയപ്പെടുത്താൻ എല്ലാരും. ചാടല്ലേ എന്നൊക്കെ കോച്ചിയാണോ വരുന്നത് അങ്ങോട്ട്? ഹലോ ഞാൻ അതുകൊണ്ട്